ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് അബുദാബി അൽ ഷാത്തി ബീച്ചിലാണ്. ഇത് അബുദാബി ദുബായ് റോഡിൽ എക്സിറ്റ് 366 എടുത്ത് അൽ റഹബ ഏരിയയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ ബീച്ചിലേക്ക് എത്താൻ പറ്റുക. അബുദാബി സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 70 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. 45 മിനിറ്റോളം ഡ്രൈവ് വരുന്നുണ്ട്. ഇവിടേക്ക് വരാനായിട്ടുള്ള ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ എനിക്ക് നാട്ടിലെ കുട്ടനാടും ആലപ്പുഴയാണ് മനസ്സിൽ ആദ്യം ഓർമ്മ വന്നത്. കാരണം അവിടെയൊക്കെ കാണുന്ന പോലെ തന്നെ കായലിനോട് ഓരം ചേർന്ന് പോകുന്ന റോഡും റോഡ് സൈഡിൽ വരി വരിയായി കായലിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന തെങ്ങുകളും അതൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ വന്നാലും നമുക്ക് കാണാൻ പറ്റുക. അത് തന്നെയാണ് ഈ ലൊക്കേഷൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത. ഏകദേശം ഒരു 6 കിലോമീറ്ററോളം നീളമുള്ളൊരു ബീച്ച് ഏരിയയാണിത്. ഇവിടെ നമുക്ക് ബാർബിക്യൂ ചെയ്യാനായാലും ക്യാമ്പിങ്ങിനായാലും ഫിഷിങ്ങിനായാലും പെർമിഷൻ ഉണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അവിടെ മാത്രം നമുക്ക് എൻട്രി പ്രോഹിബിറ്റഡ് ആണ്. അതുപോലെ തന്നെ ഇവിടെ സ്വിമ്മിങ് അലൗഡ് അല്ല. ബീച്ചിൽ വലിയ തിരകളുടെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, നമ്മുടെ ബീച്ചിന് ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് കണ്ടൽക്കാടുകൾ കാണാൻ പറ്റും. ബീച്ചിനോട് ചേർന്ന് നമുക്ക് ഒരുപാട് സ്വദേശികളുടെ ഗസ്റ്റ് ഹൗസുകളും ഫാം ഹൗസുകളും കാണാൻ പറ്റും. അവിടുത്തെ തൊഴിലാളികളാണ് ഈ കാണുന്ന തെങ്ങിൻതോട്ടങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. UAE-യിലുള്ള എല്ലാവരും ഒരു തവണയെങ്കിലും മിസ് ചെയ്യാതെ നിർബന്ധമായിട്ടും വന്ന് എൻജോയ് ചെയ്യേണ്ട ഒരു ലൊക്കേഷനാണിത്. കാരണം ഇതുപോലൊരു ലൊക്കേഷൻ UAE-യിൽ വേറെ എവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരുപാട് വലിയ പ്രദേശമൊന്നും അല്ലെങ്കിലും അബുദാബിയിലുള്ള ഈ കൊച്ചു കേരളം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാതെ ഒരു ദിവസമെങ്കിലും ഇവിടെ വന്ന് എൻജോയ് ചെയ്യണം. ഒട്ടും എക്സ്പെൻസീവ് അല്ലാതെ തികച്ചും ഫ്രീ ആയിട്ട് അബുദാബിയിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണിത്. നിങ്ങളുടെ അബുദാബി ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കാവുന്ന ഒരു നല്ല സായാഹ്നം സമ്മാനിക്കുന്ന ഒരു ലൊക്കേഷനാണിത്. അതുകൊണ്ട് തന്നെ ആരും മിസ് ചെയ്യാതെ ഒരു തവണയെങ്കിലും ഇവിടെ വരാൻ ശ്രമിക്കണം. ഇവിടെ ഗ്രോസറി ഷോപ്സോ റെസ്റ്റോറൻറ്റ്സോ ഒന്നും പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരുന്ന സമയത്ത് വെള്ളം, സ്നാക്സ്, അതുപോലെ തന്നെ ഭക്ഷണവും സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ ഗാർബേജസ് ഇവിടെ വലിച്ചെറിയാതെ ശ്രദ്ധിക്കണം. നമ്മൾ പോകുന്നതോടൊപ്പം നമ്മുടെ ഫോട്ടോസും ഓർമ്മകളും കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഗാർബേജസും ഇവിടുന്ന് കളക്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഇപ്പോഴത്തെ ക്ലൈമറ്റും വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത വീക്കെൻഡ് ഈവനിങ് ഇവിടേക്ക് പ്ലാൻ ചെയ്യണം. വരുന്ന സമയത്ത് ജാക്കറ്റും മങ്കി ക്യാപ്സും എടുക്കാൻ മറക്കരുത്. കായലോരം ആയതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരിക്കും വൈകുന്നേരങ്ങളിൽ. ഇതൊക്കെയാണ് അബുദാബിയിലെ ഈ കൊച്ചു കേരളത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും.
വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനും നിങ്ങൾ വരണം. ഇനി മറ്റൊരു ലൊക്കേഷനും അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ.